ഷലോം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു മെനോറ ഹീബ്രു ബൈബിൾ സ്കൂളിലേക്ക്. കഴിഞ്ഞൊരാഴ്ചക്കാലം മുഴുവൻ ദൈവം നമ്മളെ കാത്ത് പരിപാലിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവപിതാവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ഒരു ജൂലൈ മാസം മുഴുവൻ ദൈവം നമ്മളെ വൻ രീതിയിൽ നമ്മളെ കാത്തു പരിപാലിച്ചു. ഇന്ന് വീണ്ടും നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് പോകാൻ ദൈവം വലിയ കൃപകളെ ഒരുക്കിയതിനായി സ്തോത്രം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4ഉം 5ഉം അധ്യായങ്ങൾ നമ്മൾ നോക്കി വന്നു. ഇന്ന് നമ്മൾ തുടർച്ചയായിട്ട് 5ാമത്തെ അധ്യായത്തിന്റെ തുടർച്ചയായിട്ടുള്ള എബ്രായ ഭാഷയുടെ ആദ്യകാല ചരിത്രം ഒരു ആഖ്യാന പഠനം എന്ന തലക്കെട്ടോട് കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. എബ്രായ ഭാഷയുടെ ആദ്യകാല ചരിത്രം ഒരു ആഖ്യാന പഠനം. നമ്മള് എബ്രായ ഭാഷയെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പല ചോദ്യങ്ങളും വന്നു. സ്വാഭാവികമായിട്ടുണ്ടാവുന്നൊരു ചോദ്യമാണ്, ആദ്യത്തെ ഭാഷ ഏതാണ്, ഏത് ഭാഷയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. നമ്മുടെ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടെത്തിയ ആശയങ്ങളും എല്ലാം ഒരു പൂർണ്ണതയിൽ നിൽക്കുകയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നുണ്ട്. ഒരിക്കലും എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷെ ദൈവം പൂർണ്ണനാണ് എന്നെനിക്ക് പറയാൻ പറ്റും. ദൈവത്തിന്റെ അസ്തിത്വത്തെ അല്ലെങ്കിൽ അതിനെ എന്താ പറയാ, ആ അസ്തിത്വം ഇല്ല അല്ലെങ്കിൽ അസ്തിത്വം ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നില്ല. ദൈവം പൂർണ്ണതയാണ്. കാരണം പൂർണ്ണതയുള്ളതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് തന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവനും ദൈവം സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. നമുക്ക് ആദിയിൽ രാഷ്ട്രങ്ങൾ ഉദയം ചെയ്യുന്നതിനും സാമ്രാജ്യങ്ങൾ വീഴുന്നതിനും മുൻപ് സൃഷ്ടിയെ അതിൻ്റെ അസ്തിത്വത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ച ഭാഷ ശുദ്ധവും ആദ്യവും ശക്തവുമായ ഒരു ഭാഷയാണ്. അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ പഠിക്കുന്നത് ബിബ്ലിക്കൽ ഹീബ്രു ആണ്, എബ്രായ ഭാഷ. അപ്പോൾ ആ ഒരു ബോധത്തിൽ, ആ ഒരു തത്വത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഭാഷയെ പഠിക്കാനും മനസ്സിലാക്കാനും ഇനി അങ്ങോട്ടുള്ള ഒരു 6 മാസത്തോളം നമ്മൾ കടന്നു പോകുന്നതെല്ലാം. ദൈവം ഉപയോഗിച്ച ഭാഷ ശുദ്ധവും ആദ്യവും ശക്തവുമായ ഒരു ഭാഷ ആണ് എബ്രായ ഭാഷ. പുരാതന പാരമ്പര്യം അനുസരിച്ച് ആ ഭാഷ എബ്രായ ഭാഷയായിരുന്നു. ഉൽപ്പത്തിയിലെ ആ പ്രകമ്പനം ഉണ്ടാകട്ടെ, ടേ 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 എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ആ ഉൽപ്പത്തിയിലെ കമ്പന ശബ്ദം മനുഷ്യൻ സൃഷ്ടിച്ചതല്ല, മറിച്ച് സൃഷ്ടാവ് തന്നെ ശ്വസിച്ച ഒരു ഭാഷ. വെളിച്ചമുണ്ടാകട്ടെ, നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പഠിച്ചു. എഹിയാഓർ. വെളിച്ചത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല, പ്രകാശത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. പ്രകാശം അവിടെ ഉണ്ടായി എന്നാണ് നമ്മൾ പഠിച്ചത്. ദൈവം പറഞ്ഞപ്പോൾ വാക്കുകൾ വെറും കൽപ്പനകളായിരുന്നില്ല, അവ യാഥാർത്ഥ്യത്തിന്റെ ഘടനയിൽ തന്നെ നെയ്തെടുത്ത ആത്മീയ DNA-കളായിരുന്നു, ആത്മീയ കോഡുകളായിരുന്നു. ഇത് എബ്രായ ഭാഷയെ ഒരു ഭാഷയേക്കാൾ കൂടുതലായി സ്ഥാപിക്കുന്നു. അത് ദിവ്യമായ വെളിപ്പെടുത്തലിന്റെ ഒരു ജീവനുള്ള മാധ്യമമാണ്. ദ്രവ്യത്തെയും അർത്ഥത്തെയും രൂപപ്പെടുത്താൻ കഴിവുള്ള ഭാഷയാണ് എബ്രായ ഭാഷ. അവിടെ എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ് ലഷോൺ ഹക്കത്തോഷ്. ലഷോൺ ഹക്കത്തോഷ്. നമുക്കിവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ലഷോൺ ഹക്കത്തോഷ് എന്ന് പറയുന്നത് വിശുദ്ധ നാവ് അല്ലെങ്കിൽ വിശുദ്ധമായ ഭാഷ എന്ന അർത്ഥമുള്ള ഒരു എബ്രായ പദമാണ്. അവിടെ വിശുദ്ധമായ നാവ് എന്ന് പറഞ്ഞാൽ ഹോളി ടങ് എന്നാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വിശുദ്ധമായ നാവെന്നായി പോയി. ഇത് എബ്രായ ഭാഷയെ സൂചിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് എബ്രായ ഭാഷയുടെ നമ്മൾ വായിക്കുന്ന
ബൈബിൾ അല്ലെങ്കിൽ അവര് യഹൂദന്മാർ വായിക്കുന്ന തനാഖ്, പ്രാർത്ഥനകൾ, ആരാധനക്രമങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ലഷോൻ ഹ കത്തോഷ് എന്ന് പറയുന്നത്. മതേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി യഹൂദ മതത്തിൽ ഇതൊരു വിശുദ്ധ ഭാഷയായി കണക്കാക്കപ്പെടുന്നു. ഇത് നമ്മൾ നോക്കുമ്പോൾ ഈ പവിത്രമായ ഭാഷയെ പിന്നീട് ഋഷിമാർ, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ സേജസ് എന്ന് പറയും, അല്ലെങ്കിൽ പണ്ഡിതന്മാർ എന്ന് പറയും. എന്താണ് ഈ സേജസ്? ഈ പദം ജ്ഞാനത്തിനും അനുഭവ പരിചയത്തിനും വേണ്ടി ആദരിക്കപ്പെടുന്ന മാർഗനിർദ്ദേശത്തിനായി പലപ്പോഴും ആലോചന തേടുന്ന വ്യക്തികളെ സൂചിപ്പിക്കുവാൻ കഴിയും. അതായത് വളരെ ആ പണ്ഡിതനായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ കൂടുതൽ അറിവുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ ഋഷിമാരെന്ന് പറയുന്നത്. ഋഷിമാരെന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഇന്ത്യൻ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഒരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്കിരുന്ന് ഏകാഗ്രതമായി ധ്യാനിച്ച് അവര് പ്രപഞ്ചത്തിന്റെ ആ ഉള്ളറകളിലേക്ക്, അതിന്റെ സത്യങ്ങളിലേക്കും ദൈവം എന്ന സത്യങ്ങളിലേക്ക് കടക്കുന്നതായിട്ടൊരു കോൺസെപ്റ്റാണ് നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റിലുള്ളത്. പക്ഷെ നമ്മൾ എബ്രായ ഇതിൽ ആ ഋഷി അല്ലെങ്കിൽ സേജസ് എന്ന് ഉപയോഗിക്കുന്നത് they used to read the Torah every day. അവരെല്ലാ ദിവസവും ആ തോറയുടെ പേജുകൾ ഇങ്ങനെ മറിച്ച് മറിച്ച് വായിച്ച് അതിലെ അർത്ഥങ്ങൾ, അതിലെ സത്യങ്ങൾ, അതിലെ വ്യാഖ്യാനങ്ങൾ, അതിലെ വെളിച്ചങ്ങൾ ഇതെല്ലാം കണ്ടെത്തി അവർ അതിൻ്റെ പൊരുളുകളെ തിരിച്ച് പഠിച്ച് അത് അവരുടെ തലമുറകൾ കൈമാറി ആ ഭാഷയെ ആ ജീവനോടെ നിർത്തി ആ ഭാഷയുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നവരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഋഷികൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ സേജസ് എന്ന് പറയുന്നു. അപ്പൊ അവര് ഇതിനെ ലഷോൺ ഹക്കദോഷ് എന്ന് വിളിച്ചിരുന്നു. ഇതിന് പുണ്യമായ നാവ്, അല്ലെങ്കിൽ പുണ്യമായ ഭാഷ, അല്ലെങ്കിൽ വിശുദ്ധമായ ഭാഷ എന്നാണ്. ഇതിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും തോറ, 5 പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ, പ്രവാചകന്മാർ എന്നിവരുടെയൊക്കെ ഭാഷയായിരുന്നു. അല്ലെ? നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ബൈബിളിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, നമ്മൾ ഇവിടുന്ന് ഉൽപ്പത്തി മുതൽ അങ്ങ് ഇവിടെ നമ്മൾ 5 പുസ്തകങ്ങൾ അവസാനിക്കുന്നത് ഡ്യൂട്രോണമിയിൽ അവസാനിക്കുന്നു, ആവർത്തന പുസ്തകത്തിൽ അവസാനിക്കും. അത് കഴിഞ്ഞ് അടുത്തത് തുടങ്ങുന്നത് ജോഷുവയിൽ തുടങ്ങും. ജോഷുവയിൽ തുടങ്ങി ന്യായാധിപന്മാരുടെ പുസ്തകം, റൂത്ത്, പിന്നെ 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, ഇങ്ങനെ പോകുന്നു. പിന്നെ പ്രവാചകന്മാർ, പിന്നെ പ്രവാചകന്മാർക്ക് ചെറിയ പ്രവാചകന്മാർ, അത് കഴിഞ്ഞ് എഴുത്തുകൾ എന്നറിയപ്പെടുന്ന കാവ്യപുസ്തകങ്ങൾ, ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്, ഇതിലൂടെ എല്ലാം സംസാരിക്കുന്നത്, ഇതെല്ലാം രചിക്കപ്പെട്ടിരിക്കുന്നത്, എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത് എബ്രായ ഭാഷയിൽ. അവിടെയാണ് ആ എബ്രായ ഭാഷയിലാണ് ഇതെല്ലാം എഴുതിയിട്ടുള്ളത്, എല്ലാം രചിച്ചിട്ടുള്ളത് നമ്മൾ പഠിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ കാണുവാൻ കഴിയും, ദൈവത്തിന്റെ സ്വരം കേട്ട് ദൈവത്തിന്റെ പ്രവാചകന്മാർ നമ്മളോട് സംസാരിച്ച, അല്ലെങ്കിൽ ആ തലമുറയോട് സംസാരിച്ചതും ഈ ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെല്ലാം നമ്മൾ ഇതിനെ വിശുദ്ധ ഭാഷ, അല്ലെങ്കിൽ ലഷോൺ ഹക്കത്തോഷ് എന്ന് പറയുന്നത്. ഓരോ എബ്രായ പദവും ആഴത്തിലുള്ള ആത്മീയ പ്രാധാന്യം വഹിക്കുന്ന മൂലാക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് നമ്മൾ പഠിച്ചു. ഷൊറഷ്, ധ്യാനിക്കുമ്പോൾ സത്യത്തിന്റെ പാളികൾ അത് വെളിപ്പെടുത്തി തരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു പദം, കഴിഞ്ഞ പ്രാവശ്യം ആണ് തോന്നുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടോ, കെത്തഫ് എന്നുള്ള ഒരു ഒറ്റപ്പദം നമ്മൾ പഠിച്ചു. എഴുതുക, അവൻ എഴുതി, പുസ്തകം എന്നുള്ള അർത്ഥത്തിൽ അത് പഠിച്ചു. സെമറ്റിക് ഭാഷയുടെ ഒരു എക്സാമ്പിളായിട്ട് അറബിക്കും എബ്രായ ഭാഷയുമായിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മളത് നോക്കിക്കണ്ടിരുന്നു. ഞാൻ തുടക്കമേ പറഞ്ഞിരുന്നു, ഓരോ അക്ഷരത്തിനും വിവിധ തലങ്ങളിലുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഓരോ അക്ഷരങ്ങളും അടുക്കി ഒരു പദമായിട്ട് മാറുമ്പോൾ ആ പദത്തിന് തന്നെ വിവിധ തരത്തിലുള്ള ലേറ് പോലെയുള്ള, അല്ലെങ്കിൽ ഘടനകൾ പോലെയുള്ള അർത്ഥവ്യാപ്തിയുണ്ട്. അപ്പോൾ ഈ ലാംഗ്വേജിന്റെ മാത്രമുള്ള വളരെ വളരെ അർത്ഥമുള്ള ഒരു എന്താ പറയുക, ഈ ലാംഗ്വേജിന് മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ്.
നമ്മൾ അതേപോലെ തന്നെ നിങ്ങൾ ഇരിക്കുന്ന ഏകദേശം ഇപ്പോൾ 61 പേരുണ്ട്. ഈ 61 പേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു ലെയർ ആയിട്ടുള്ള ഒരു ഒരു ഭാഷയാണ്. കാരണം അർത്ഥങ്ങൾ ലെയർ ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സംഖ്യാപരമായിട്ടുള്ള ഒരു ഘടനയും കൂടെയുണ്ട്. സംഖ്യാപരമായിട്ടുള്ള ഘടന, അതിന് ഗമറ്റേറിയ എന്ന് പറയും. GEMATRIA, ഗമറ്റേറിയ എന്ന് പറയും. ഇതിന് മൂല്യമുണ്ട്, അതേപോലെ തന്നെ പ്രതീകാത്മിക മൂല്യവും ഉള്ളതിനാൽ എബ്രായ ഭാഷയെ ആകാശത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഒരു ഭാഷയാണ്. നമ്മൾ 4 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഈ അക്ഷരമാലയിൽ ഒരു ശബ്ദമുണ്ട്, അക്ഷരമുണ്ട്, അതേപോലെ തന്നെ ഒരു ചിത്രാക്ഷരമുണ്ട്, ഒരു മൂല്യ അർത്ഥവുമുണ്ട്. ഓരോ അക്ഷരത്തിനും 4 സ്വഭാവമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ തുടർന്നുള്ള നമ്മൾ അക്ഷരം പഠിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ഓരോ, ഇപ്പം നമ്മൾ ശബ്ദം പഠിച്ചു, മൂല്യം പഠിച്ചു, അതേപോലെ ചിത്രാക്ഷരം പഠിച്ചു, അർത്ഥം പഠിച്ചു. ഈ അർത്ഥത്തിന് നമ്മുടെ വിശുദ്ധ വേദപുസ്തകവുമായി കണക്റ്റിംഗ് ഉണ്ട്. അതേപോലെ ചിത്രാക്ഷരത്തിന് നമ്മുടെ വിശുദ്ധ വേദപുസ്തകവുമായി നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കും. അതേപോലെ മൂല്യം, അതും നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കും. അങ്ങനെ ഒരു വാക്കിനെ നമ്മൾ വിശകലനം ചെയ്ത് പിൽക്കാലം ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് തരത്തിലുള്ള ഒരുപാട് പാസ്റ്റർമാര്, വേദപഠിതാക്കള്, പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നവര്, ശുശ്രൂഷ ചെയ്യാൻ ഇരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ഒരു തവണ ഗിൽഗാൽ എന്നുള്ളൊരു പദം, ആ ഗിൽഗാൽ എന്നുള്ള പദത്തെ ഞാൻ എങ്ങനെയാണ് അതിനെ വേർതിരിച്ച് ഒരു പഠനത്തിന് വിധേയമാക്കിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു. അതിന്റെ ട്രോപ്പിക്കൽ അർത്ഥം, ജോഗ്രാഫിക്കൽ അർത്ഥം, അതിന്റെ പ്രോഫറ്റിക്കൽ മീനിങ്, അതിന്റെ എല്ലാ ഘടനകളിലേക്കും ഇറങ്ങിച്ചെന്നാണ് നമ്മൾ ഇത് പഠിക്കേണ്ടത്. അതിന്റെ സിംബോളിക് ആയിട്ടുള്ളൊരു മീനിങ് ആണ്. ഞാൻ ഇന്ന് നമ്മുടെ നോട്ട്സിൽ ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സിംബോളിക്, പ്രതീകാത്മകം എന്നുള്ളൊരു വാക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഹീബ്രു ലാംഗ്വേജിൽ ഒരു സിംബോളിക് മീനിങ് എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു എബ്രായ ഭാഷയെ ആകാശത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഒരു ഭാഷയാണ്. നമുക്ക് നമ്മുടെ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള ആലഫ് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. ആലഫ് മുകളിൽ നിന്നൊരു വര, താഴെ ഒരു വര വരയ്ക്കും. അത് ആകാശത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഒരു 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 ബന്ധത്തെക്കുറിച്ച് കാണിക്കുന്നതായിട്ട് നമ്മൾ പഠിക്കും. എബ്രായ എന്ന പദം കടന്നു കടക്കുക എന്ന അർത്ഥമുള്ള റേഷ് അല്ലെങ്കിൽ ഐൻ, ബെയ്ത്ത്, റേഷ് എന്ന മൂലപദത്തിൽ നിന്നാണ് വരുന്നത്. അതായത് അവാർ എന്നാണ്. അത് അവാർ എന്നാണ് വായിക്കേണ്ടത്. ഐൻ എന്നുള്ള പദമാണ്. രണ്ടാമത് എഴുതിയിരിക്കുന്നത് ബെയ്ത്ത് എന്നാണ്. മൂന്നാമത് എഴുതിയിരിക്കുന്നത് റേഷാണ്. അപ്പോൾ അത് വായിക്കേണ്ടത് അവാർ എന്നാണ്. അവാർ നമ്മളത് പഠിച്ചു. അവാർ എന്നുള്ളതിൻ്റെ ശരിയായിട്ടുള്ള രൂപങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. എബറിന്റെ മൂലപദമാണ് അവാർ എന്ന് പഠിച്ചു. കടന്ന് കടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഉൽപ്പത്തി 14:13 അബ്രഹാമിനെ ഇവ്രി, എബ്രായിലെ അബ്രഹാം എന്ന് വിളിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിനെ അബ്രഹാം ഇവ്രി, എബ്രായിലെ അബ്രഹാം എന്ന് വിളിക്കുന്നു. അദ്ദേഹം ഊരിൽ നിന്നും കാനാനിലേക്ക് യൂഫ്രട്ടീസ് നദി മുറിച്ചു കടന്നത് മാത്രമല്ല, വിഗ്രഹ ആരാധനയിൽ നിന്നും ഉടമ്പടി വിശ്വാസത്തിലേക്ക് ആത്മീയമായി കടന്നുപോയി. അതിനാൽ എബ്രായ എന്ന പദം ഒരു വംശീയ വിഭാഗത്തെ വിവരിക്കുക മാത്രമല്ല,
ലോകത്തിന്റെ വഴികളിൽ നിന്നും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലേക്ക് കാലെടുത്തു വെക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആത്മീയമായ ഐഡന്റിറ്റിയെ അല്ലെങ്കിൽ ആത്മീയമായ വ്യക്തിത്വത്തെ ഇത് സൂചിപ്പിക്കുന്നു. കാരണം നമ്മൾ വെറും ഒരു ഭാഷയെ പഠിക്കുക മാത്രമല്ല, കാരണം ഭാഷ പഠിച്ചു പോകാനാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ആ ഓരോ അക്ഷരത്തിന്റെ യൂസേജസ് പഠിക്കാം. അതേ കണക്ക് തന്നെ അതിന്റെ ചെറിയൊരു സ്പോക്കൺ ഗ്രാമർ പഠിക്കാം. പക്ഷെ നമ്മൾ പഠിക്കുന്നത് ബിബ്ലിക്കൽ ഹീബ്രു ആണ്. അപ്പോൾ ബിബ്ലിക്കൽ ഹീബ്രു പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയും കൂടെ ചില കാര്യങ്ങൾ കൂടെ ഓർത്ത് പഠിക്കുന്നത് നന്നായിരിക്കും. അബ്രഹാമിനെ പോലെ അജ്ഞാതമായതിലേക്ക് ദൈവത്തിന്റെ ശബ്ദം പിന്തുടർന്ന് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതാണ് എബ്രായ ജനത. നമ്മളത് കാണുവാൻ കഴിയും, നമ്മളത് വായിച്ചിട്ടുണ്ട്, നമ്മുടെ തിരുവെഴുത്തുകളിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് അത് ദൈവത്തിന്റെ ശബ്ദം എന്ന് തിരിച്ചറിഞ്ഞ് ആ വാഗ്ദത്ത ദേശത്തിലേക്കുള്ള യാത്രയൊക്കെ നമ്മൾ കണ്ടതാണ്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഏദനിൽ ആദാമും ഹൗവയും എബ്രായ ഭാഷ സംസാരിച്ചു. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററുകളിലെല്ലാം ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ആദാം മൃഗങ്ങൾക്ക് പേരിട്ടു. പിന്നീട് തന്റെ ഭാര്യയ്ക്ക് ചവ എന്ന് പേരിട്ടപ്പോൾ ഹൗവ അവൻ ചായ് എന്ന മൂലപദം ഉപയോഗിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണുവാൻ കഴിയും ചവ. ചവ എന്ന് പറയുന്നത് the name ചവ primarily means life or living one in Hebrew. It is a Hebrew form of the name Eve, Chava or Hava, to give life or to live. ഇവിടെ ചവ എന്ന് പറയുന്നത് ജീവിതം അല്ലെങ്കിൽ ജീവൻ അല്ലെങ്കിൽ ജീവൻ നൽകുക എന്നുള്ള അർത്ഥമാണ്. അതിന്റെ മൂലപദമാണ് ഈ ചവ എന്ന് പറഞ്ഞിരിക്കുന്നത്. ചവ ഓർ ഹവാഹ്, ഹവാഹ് എന്നാണ് പറയേണ്ടത്. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ HAVAH എന്നാണ്. പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഹവാഹ്, ഹവാഹ് എന്ന് പറയണം. ഓക്കെ, മനുഷ്യരാശിയുടെ ആദ്യകാലങ്ങളിൽ പോലും എബ്രായ ഭാഷയെ ഉപയോഗത്തെ ഇത് സൂചിപ്പിക്കുന്നു. പാപം ലോകത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ആശയക്കുഴപ്പം, വഞ്ചന, അഹങ്കാരം എന്നിവയിൽ കളങ്കപ്പെടാതെ ദൈവവുമായുള്ള അടുപ്പത്തിന്റെ ഭാഷയായി എബ്രായ ഭാഷ കാണപ്പെട്ടു. സത്യത്തിന്റെയും സുതാര്യതയുടെയും ഒരു ഭാഷയായിരുന്നു അത്. അവിടെ ഓരോ വാക്കും സ്വർഗത്തിന്റെ ഹൃദയം മറച്ചു വെക്കാതെ വെളിപ്പെടുത്തി. എന്നിരുന്നാലും നോഹയുടെ കാലത്തെ മഹാപ്രളയത്തോടെ ലോകത്തിന്റെ പരിശുദ്ധി, ഒരുപക്ഷെ ഭാഷയുടെ പരിശുദ്ധി തകർന്നു. ഭൂമിയിൽ അക്രമവും അഴിമതിയും വ്യാപിച്ചപ്പോൾ ദൈവം ന്യായവിധി അയച്ചു. പക്ഷേ നോഹയും കുടുംബത്തെയും നീതിമാനായി ശേഷിപ്പിനെയും സംരക്ഷിച്ചു. ചില യഹൂദ റബ്ബിമാരുടെ പാരമ്പര്യം സൂചിപ്പിക്കുന്നത് എബ്രായ ഭാഷയെ നോഹ സംരക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ മകനായ ഷേമിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു എന്നതാണ്. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണിത്. ഞാൻ ജസ്റ്റ് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ മനസ്സിലേക്ക് ആ അടുക്കോടെ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്കും നാളെ ഇത് പഠിപ്പിക്കുമ്പോൾ അത് കൃത്യതയോടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൃത്യതയോടെ വീണ്ടും വീണ്ടും ഇതൊക്കെ പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥത്തിന്റെ അക്ഷരത്തിൽ ഉള്ള അർത്ഥം എന്ന് പറയുന്നത്, ഷെം എന്ന് പറഞ്ഞത് പേര്, പ്രശസ്തി എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. ദൈവത്തിന്റെ ഭാഷയുടെ പ്രതീകാത്മക സംരക്ഷകനാണ് ഷെം. വെള്ളപ്പൊക്കം നാഗരികതയ്ക്കുള്ള ഒരു പുനഃസ്ഥാപനമാണെങ്കിലും അത് ഉടമ്പടിയുടെ ഭാഷയെ മായ്ച്ചു കളഞ്ഞില്ല. മറിച്ച് അത് കൂടുതൽ വിലപ്പെട്ടതായി മാറി. വിശ്വസ്തരുടെ ഹൃദയങ്ങളിൽ നിശബ്ദമായി അത് കൊണ്ടുപോയി. പ്രളയത്തെ തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 10 ടോൾഡോട്ട് ബെനായ് നൊഹാക്ക്, ടോൾഡോട്ട് ബെനായ് നൊഹാക്ക്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന നോഹയുടെ തലമുറ, ജെനിസിസ് ചാപ്റ്റർ 10, അവിടെ നമുക്ക് 70 രാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക കാണുവാൻ കഴിയുന്നുണ്ട്. 10:21. അവിടെ നമുക്ക് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ,
അവഹാം ഷെൽ കോയി ബനായ് അവഹാർ എന്നാണ്. ദ ഫാദർ ഓഫ് ഓൾ ഓഫ് ദ സൺസ് ഓഫ് എബർ. അതായത് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത് അവഹാം ഷേൽ കോൽ ബനായ് അവാർ എന്നാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ നോട്ട്സ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് യൂസേജ് ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്കത് പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സിനോട് ചേർത്തത് ഉപയോഗിക്കാം. ഓക്കെ. നോഹയുടെ 3 പുത്രന്മാരിൽ നിന്നുള്ള വംശങ്ങളുടെ ഒരു പട്ടിക ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അവരിൽ നിന്നും 70 രാഷ്ട്രങ്ങളും ഭാഷകളും വന്നു. എന്നിരുന്നാലും ഷേമിന്റെ വംശം വ്യത്യസ്തമായി തുടർന്നു. ആഴത്തിലുള്ള ഒരു വിളിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. അരാമിക്, അക്കാഡിയൻ പോലുള്ള മറ്റ് സെമറ്റിക് ഭാഷകൾക്കൊപ്പം ഹീബ്രുവും ഷെമ്മിൽ നിന്നും ഉത്ഭവിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ പാരമ്പര്യം അനുസരിച്ച് ഹീബ്രു മാത്രമാണ് ദൈവത്തിന്റെ വെളിപ്പെടുത്തലിന്റെ പവിത്രമായ DNA വഹിച്ചത്. അത് വെറും ഒരു സെമറ്റിക് ഭാഷയായിരുന്നില്ല, അതൊരു പ്രവചന ഭാഷയായിരുന്നു. ദൈവികമായ ആശയവിനിമയത്തിന് അതുല്യമായി അത് പ്രയോജനപ്പെടുത്തി. പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് കുപ്രസിദ്ധമായിട്ടുള്ള ബാബേൽ ഗോപുരമാണ്. അവിടെ മനുഷ്യന്റെ അഹങ്കാരം ധിക്കാരപരമായ ഐക്യത്തോടെ സ്വർഗത്തിലേക്ക് എത്തി. ഈ ഘട്ടത്തിൽ തിരുവെഴുത്ത് പറയുന്നു, ഭൂമി മുഴുവൻ ഒരു ഭാഷയും ഒരു വാക്കുകളും ഉണ്ടായിരുന്നു. ആളുകൾ തങ്ങൾക്കായി ഒരു പേരുണ്ടാക്കാൻ ഒരു ഗോപുരം പണിയാൻ ശ്രമിച്ചു. പക്ഷെ ദൈവം ഇടപെട്ടു അവരുടെ ഭാഷ കലക്കി. ജനതകൾ ചിതറിച്ചു. ഈ ആശയക്കുഴപ്പത്തിനു മുൻപ് എബ്രായ ഭാഷയായിരുന്നു യഥാർത്ഥ ഭാഷയെന്ന് പലരും വിശ്വസിച്ചു. മറ്റുള്ളവ 70 ഭാഷാ ഭേദങ്ങളായി വിഭജിക്കപ്പെട്ടുവെങ്കിലും എബ്രായ ഭാഷ ഷേമിന്റെ നീതിയുള്ള വംശത്തിൽ സംരക്ഷിക്കപ്പെട്ടു. ബാബേൽ ആശയക്കുഴപ്പത്തിന് കാരണമായെങ്കിലും എബ്രായ ഉടമ്പടിയുടെ ഭാഷയായി തുടർന്നു. കുഴപ്പങ്ങളുടെ ലോകത്ത് ദൈവിക ക്രമത്തിന്റെ പ്രതീകാത്മക ഭാഷയായിട്ട് ഇന്നും നിലനിൽക്കുന്നു. ഈ കുഴപ്പത്തിൽ നിന്നാണ് ദൈവം ഉടമ്പടിയുടെ ജ്വാല വഹിക്കുവാൻ തിരഞ്ഞെടുത്ത എബ്രഹാം ഇവിടെ കടന്നു വരുന്നത്. എബ്രഹാമിനെ നമ്മൾക്ക് കാണുവാൻ കഴിയും. 12:1 ദൈവം അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, ലഖ് ലഖ, ലഖ് ലഖ. ലഖ് ലഖ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നും പുറത്തേക്ക് വരിക, അതായത് പുറപ്പെട്ടു പോകുക. അതിൻ്റെ അകത്ത് കുറെ അർത്ഥങ്ങളുണ്ട്. ലഖ് ലഖ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വരിക. ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഈ വാക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ ആഴത്തിലുള്ള റൂട്ട് മീനിങ് കണ്ടെത്തി, ഇതിൻ്റെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ലഖ് ലഖ, നിങ്ങളിൽ നിന്നും പുറത്ത് കിടക്കുക. ഇതൊരു പ്രതീകാത്മക വാക്യമാണ്. അതിൽ എബ്രായ ഭാഷയുടെ താളവും പ്രവചന അനുസരണവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വരുന്ന ആഴ്ചകളിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കാനുണ്ട്. ബൈബിൾ എഴുതപ്പെട്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എബ്രായ ഭാഷയിലാണ്. പക്ഷേ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ രീതിയിലുള്ള എബ്രായ ഭാഷയുടെ വികാസത്തെക്കുറിച്ചും അതിൻ്റെ സാംസ്കാരികവും അതിൻ്റെ സാമൂഹ്യപരവുമായിട്ടുള്ള ആ ഭാഷാ ഘടനയെക്കുറിച്ച് നമ്മൾക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. കാരണം അതൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. എബ്രായ എന്ന് വിളിക്കപ്പെടുന്ന ആദ്യ മനുഷ്യനായ എബ്രഹാം വിശ്വാസത്തിന്റെ പിതാവും എബ്രായ ജനതയുടെ പിതാവും ഒരു വിദേശ രാജ്യത്ത് ആദ്യമായി ഉടമ്പടി നടത്തിയവനുമായി മാറുന്നു. അദ്ദേഹത്തോടൊപ്പം എബ്രായ ഭാഷ അതരങ്ങളിലൂടെ മാത്രമല്ല ജീവിത ശൈലിയിലൂടെയും കടന്നുപോയി. അത് ജീവനുള്ള പൈതൃകമായി മാറി. ഭാഷ, വിശ്വാസം, വാഗ്ദാനങ്ങൾ എല്ലാം അബ്രഹാമിനോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടൊപ്പം സഞ്ചരിച്ചു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു വലിയ ദുരന്തം സംഭവിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പ്രവാസത്തിലേക്കാണ് നമ്മൾ ഇനി അടുത്തേക്ക് പോകുന്നത്. നമ്മൾ ഈ ടോപ്പിക് എല്ലാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഞാൻ ഒന്നും കൂടെ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങളെ വീണ്ടും കൊണ്ടുവരുന്നു. BC
586 ബാബിലോണിയൻ സാമ്രാജ്യം ഒന്നാമത്തെ ആലയം നശിക്കുകയും യഹൂദയിലെ ജനങ്ങൾ നാട് കടത്തുകയും ചെയ്തു. ബാബിലോണിയൻ അടിമത്തത്തിൽ ഹീബ്രു അതിന്റെ ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്ന് നേരിട്ടു. പ്രബലമായ ഭാഷ അരാമിക് സ്വാധീനത്തിലോട്ട് കടന്നു കയറി. അത് വ്യാപാര ബന്ധത്തിലും ഭരണകൂടത്തിലും ദൈനംദിന ജീവിതത്തിലും ഒരു സർവ്വസാധാരണമായി അവർ ഉപയോഗിച്ചു. ഹീബ്രു സാധാരണ ഭാഷകളിൽ നിന്നും മടങ്ങി അല്ലെങ്കിൽ മങ്ങി. പ്രാഥമികമായ ഒരു ആരാധനക്രമം പുരോഹിത ഭാഷയായിട്ടും ഇത് മാറി. എന്നിരുന്നാലും അതൊരിക്കലും മറന്നു പോയില്ല. പ്രവാസത്തിൽ നിന്നും മടങ്ങി എത്തിയ എസ്രയും നെഹമ്യാവും തോറെ അവരുടെ തെരുവുകളിൽ അല്ലെങ്കിൽ അവർ ആയിരിക്കുന്ന ദേശത്ത് ഉറക്കെ ഉറക്കെ വായിച്ചു. മറന്നുപോയവർക്ക് വിശുദ്ധീകരിച്ചു കൊടുത്തു. അദ്ദേഹം ജനങ്ങൾക്ക് ഹീബ്രു വീണ്ടും പരിചയപ്പെടുത്തി. പ്രവാസത്തിൽ പോലും പ്രാർത്ഥനയിലും പ്രവചനത്തിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ഹീബ്രു സംരക്ഷിക്കപ്പെട്ടു. പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ടിബിരിയാസിലെ നസറോറ്റുകൾ പുരാതന ഭാഷയുടെ ശരിയായ ഉച്ചാരണം ഉറപ്പിക്കുവാൻ നിക്കുദ് അല്ലെങ്കിൽ വവൽസ് നിക്കുദ് എന്ന് പറയുന്നത് എബ്രായ ഭാഷയുടെ വവൽസിനെയാണ് നിക്കുദ് എന്ന് പറയുന്നത്. നിക്കുദ് ചിഹ്നങ്ങൾ വികസിപ്പിച്ചെടുത്തു. അത് ഭാവി തലമുറയ്ക്കും പ്രവാചകന്മാരുടെ ശബ്ദം യഥാർത്ഥത്തിൽ അത് സംസാരിച്ചതുപോലെ കേൾക്കാനും ഇത് അനുവദിച്ചു. കാരണം ഇവര് പ്രവാസത്തിലേക്ക് കടന്നുപോയി. പ്രവാസത്തിലായിരുന്ന സമയത്ത് ഇവര് അവിടുത്തെ ഭാഷ പഠിച്ചു. ഉദാഹരണത്തിന് നമുക്കിവിടെ എടുത്തു പറയാൻ പറ്റുന്നത് നമ്മുടെ എലിസബത്ത് മാമിന്റെയും സണ്ണി സാറിന്റെ ഒക്കെ മക്കളാണ്. അവര് ബെറ്റിയുടെ ഒക്കെ മക്കളാണ്. അവര് വിദേശത്ത് അമേരിക്കയിലൊക്കെ ആയിരിക്കുന്ന പലരും നമ്മുടെ ഒറിജിനൽ നമ്മുടെ ലാംഗ്വേജ് മറന്നുപോയ ഒരുപാട് പേരുണ്ട്. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല മലയാളം എന്താണ്. ഈവൻ അവര് മലയാളത്തിൽ അവിടെ സംസാരിക്കുമെങ്കിലും അവർക്ക് എഴുതാൻ അറിയത്തില്ല. യഥാർത്ഥത്തിലുള്ള ആ ഭാഷ ശുദ്ധി അവർക്ക് അറിയത്തില്ല. ചിലപ്പോൾ അവർക്ക് കേട്ടതിൻ്റെ ചില അരുണനങ്ങൾ മാത്രമായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷേ അവർ തിരികെ വന്നപ്പോൾ എസ്രയും അതേപോലെ തന്നെ നെഹമ്യാവും അതേപോലെ തന്നെ സക്രിയാവും ഹഗ്ഗായും ഒക്കെ ഇതിനു വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്തു ഈ ഭാഷയെ തിരിച്ചു കൊണ്ടുവരാൻ. നമ്മൾ പ്രത്യേകിച്ച് ഈ പ്രവാസത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷമുള്ള ഒരു ചരിത്രത്തിന്റെ ഇത് പഠിക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ദൈവം ഉപയോഗിച്ച ഈ പ്രവാചകന്മാരെയും ഈ ഭാഷയുടെ കാര്യത്തിനായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് സഖറിയാവ്, ഹഗ്ഗായി, മലാക്കി, ഇവരെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. അവരെങ്ങനെയാണ് ഈ ഭാഷ പുനർനിർമ്മിച്ചെടുക്കുന്നതിന് നെഹമ്യാവിന്റെ കൂടെയും എസ്രയുടെ കൂടെയൊക്കെ നിന്നതിനെ കുറിച്ച്. ആലയം പണി മാത്രമായിരുന്നില്ല, അവർ ഭാഷയുടെ പുനരുത്ഥാനത്തിനും അല്ലെങ്കിൽ പുനർക്രമീകരണത്തിനും അവരും ഒരുപാട് സംഭാവനകൾ ചെയ്തതായിട്ട് നമുക്ക് കാണുവാനും പഠിക്കുവാനും കഴിയും. കാരണം ഇതൊരു ജീവജ്വാലയാണ്. ആ ജീവജ്വാല ഏദനിൽ നിന്നും തുടങ്ങി അബ്രഹാമിലേക്കും അത് കഴിഞ്ഞ് വെള്ളപ്പൊക്കത്തിലേക്കും, ആ വെള്ളപ്പൊക്കത്തിൽ നിന്നും ഈ ആലയം തീക്കരയാക്കിയതും അവർ പ്രവാസത്തിലേക്ക് പോയതും എല്ലാം അവർ ഓർത്തുകൊണ്ടാണ് അതും ഈ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അവരുടെ ജീവിതം പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന എബ്രായരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭാഷയുമായിട്ട്, അവരുടെ വിശ്വാസം, ജീവിതം എല്ലാം അവരുടെ ഭാഷയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. വേദപുസ്തക വിദ്യാർത്ഥികൾക്ക് ഹീബ്രു പഠിക്കുന്നതിന് ഏതിന്റെ പ്രതിധ്വനി കേൾക്കുന്നതും കാലാകാലങ്ങളിൽ വിശുദ്ധരുടെ പാട്ടിൽ ഒത്തുചേരുന്നതിനും വേണ്ടിയിട്ടാണ് എബ്രായ ഭാഷയെ വീണ്ടും ഒരു പുനർക്രമീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവന്നത്. നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഹീബ്രു ഭാഷയുടെ ലിപിയും രൂപങ്ങളും കാലത്തിലൂടെയുള്ള ഒരു ദൃശ്യയാത്രയാണ്. എബ്രായ ഭാഷ യുഗങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ചരിത്രത്തിലൂടെ വിരിയുന്ന ഒരു വിശുദ്ധ ചുരുൾ പോലെ അതിന്റെ ലിപി പരിണമിച്ചു. അതിന്റെ ഓരോ ലിപിയിലേക്കാണ് നമ്മൾ ഇനി കാണുവാൻ പോകുന്നത്. ഓരോ എബ്രായ എഴുത്ത് രൂപത്തിനും അതിന്റെ സൗന്ദര്യാത്മകമായ മൂല്യത്തെക്കാൾ കൂടുതൽ മൂല്യമുണ്ട്.
അതൊരു കഥ പറയുന്നു. പ്രതിരോധ ശേഷി, പൊരുത്തപ്പെടൽ, സംരക്ഷണം എന്നിവയുടെ സാക്ഷ്യം. വെട്ടിയെടുത്ത കല്ലുകൾ മുതൽ തോറ ചുരുളുകൾ വരെ, പ്രവാസ കൈയെഴുത്ത് പ്രതികൾ മുതൽ ആധുനിക തലക്കെട്ടുകൾ വരെ, തലമുറകളിലൂടെ ദൈവത്തിന്റെ ഉടമ്പടി വഹിച്ച ആളുകളുടെ ദൃശ്യ ഐഡന്റിറ്റി എബ്രായ ലിപിയിൽ വെളിപ്പെടുത്തുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ എബ്രായ ഭാഷ ഒരു ഓറൽ ട്രഡീഷനിലൂടെ കൈമാറി വന്നു. ഇപ്പൊ മഴ കുറഞ്ഞു, എനിക്ക് കേൾക്കാം. ഓക്കെ, ഓറൽ ട്രഡീഷനിലൂടെ കടന്നു വന്നു. ആ കടന്നു വന്നതിന് ശേഷം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് സീനായുടെ മലയിൽ നിന്നും മോശ വെട്ടിയെടുത്ത കല്ലിൽ ആ ദൈവത്തിന്റെ വചനവുമായിട്ട് ഇറങ്ങി വരുന്നതാണ്. അതിനുശേഷം വീണ്ടും കാലം മുന്നോട്ട് പോയി. ആ കാലം മുന്നോട്ട് പോയപ്പോൾ അവർ എഴുതാനായിട്ട് ഉപയോഗിച്ച പലതുണ്ട്. പാപ്പറസ് പോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അവർ എഴുതി തുടങ്ങി. പിന്നെ തോൽ ചുരുളുകളിൽ എഴുതി തുടങ്ങി. പിന്നെ ലിനൻ തുണികളിൽ എഴുതി തുടങ്ങി. അങ്ങനെ അങ്ങനെ എഴുതി മുന്നോട്ട് പോയി. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആധുനിക കാലഘട്ടത്തിലുള്ള പല എഴുത്ത് രീതികളെയാണ്. അത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. അതിൽ ആദ്യത്തത് ക്ലാസിക്കൽ ഹീബ്രു ലിപി, അതായത് പാലിയോ ഹീബ്രു. നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് എല്ലാവർക്കും കാണുവാൻ കഴിയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് താഴെ എഴുതിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഇതിൻ്റെ അകത്ത് വായിക്കാം. ഓക്കെ, അവര് പാലിയോ ഹീബ്രു എന്ന് പറയുമ്പോൾ അവർ എഴുതിയിരുന്ന സ്റ്റൈല് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ ആലഫ്, ബെയ്ത്ത്, ഗിമൽ, ദാലത്ത്, ഹെ, വാവ്, സൈൻ, ഹെത്ത്, ടെത്ത്, യോദ്, കാഫ്, മെം, ലമേദ്, നൂൻ, സമക്, അയൻ, പേ, സാദെ, കുഫ്, റിഷ്, സിൻ, തവ് എന്നാണ് ആൽഫബറ്റ്സ് മൊത്തം ഉള്ളത്. ഈ ആൽഫബറ്റ്സ് അവർ എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ എഴുതിയിരുന്നത്? ഇത് രണ്ടാം ദേവാലയത്തിന്റെ, അതായത് സോളമന്റെ കാലഘട്ടത്തിൽ വരെ ഈ ഒരു ക്യൂണിഫോം സ്ക്രിപ്റ്റ് ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. സജി പാസ്റ്റർ അത് അങ്ങനെ തന്നെ നിർത്തിക്കോ, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഞാൻ ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അടുത്തടുത്ത സ്ലൈഡ് പാസ്റ്റർ കാണിച്ചു പോയാൽ മതി. ഒന്നാം ക്ഷേത്ര അല്ലെങ്കിൽ ഒന്നാം ദേവാലയ കാലഘട്ടത്തിലും ആദ്യകാല ഇസ്രയേലിയരുടെ കാലത്തും ഉപയോഗിച്ചിരുന്ന പുരാതന ഹീബ്രു എഴുത്ത് രീതിയാണ് പാലിയോ ഹീബ്രു ലിപി. ചിലപ്പോൾ പഴയ ഹീബ്രു അല്ലെങ്കിൽ പ്രാചീന ഹീബ്രു ലിപി എന്ന് വിളിക്കപ്പെടുന്ന ഇത് ഫിനിഷ്യൻ ലിപിയോട് വളരെ സാമ്യമുള്ളതും BC 10-ാം നൂറ്റാണ്ടിൽ പ്രോട്ടോ കാനനൈറ്റ് അക്ഷരമാലയിൽ നിന്നും ഊരിത്തിരിഞ്ഞതുമാണ്. നേരത്തെ നമ്മുടെ സാറ് ചോദിച്ചതുപോലെ എബ്രഹാം സംസാരിച്ചിരുന്നത് കൃത്യമായിട്ടും ഈ ഹീബ്രു ലാംഗ്വേജ് ആണെന്ന് ഞാൻ ചോദിച്ചു. അവിടെ ഹീബ്രു ലാംഗ്വേജ് സംസാരിച്ചിരുന്നെങ്കിലും അവരുടെ ഡയലക്റ്റ് എല്ലാം ഡിഫറെന്റ് ആയിരുന്നു. എബ്രഹാം സംസാരിച്ചിരുന്നത് ഹീബ്രു തന്നെയാണ്. അതുകൊണ്ടാണ് എബ്രഹാമിനോട് വന്നിട്ട് പറഞ്ഞത്, അത് ഒരു എബ്രായൻ വിളിക്കുന്നു, ഒരു എബ്രായൻ ഓടി വന്നു സംസാരിക്കുന്നു എന്ന് പറഞ്ഞത്. കാരണം അവരറിയപ്പെട്ടിരുന്നത് എബ്രായൻ എന്നുള്ള ലെവലായിരുന്നു. എബറിന്റെ വംശത്തിലൂടെ കടന്നു വന്നുകൊണ്ട് അവർ എബ്രായൻ എന്ന് തന്നെയാണ് അവർ വിളിക്കപ്പെട്ടിരുന്നത്. അത് കൃത്യമായിട്ട് തിരുവചനം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ രേഖപ്പെടുത്തിയതിന് അതിൻ്റെതായിട്ടുള്ള അർത്ഥവും വ്യാപ്തിയും എല്ലാമുണ്ട്. അത് 100% ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ലിപി കാണുമ്പോൾ ഇത് ഫിനിഷ്യൻ ഹീബ്രു അല്ല ഫിനിഷ്യൻ ലാംഗ്വേജുമായിട്ട് വളരെ സാമ്യമുള്ളതും, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇത് BC 10-ാം നൂറ്റാണ്ടിൽ പ്രോട്ടോ കാനനൈറ്റുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു സ്ക്രിപ്ചറായിട്ട് നമുക്കിതിനെ കണ്ടെത്താൻ കഴിയും. അതിൽ അവരെ കണ്ടെടുത്ത ഒരു സ്ക്രിപ്ചറാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു ഫോട്ടോ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു നീല അക്ഷരത്തിൽ. ഗസർ കലണ്ടർ, ഷിലോവാം ലിഖിതം, ലക്കീഷ് അക്ഷരങ്ങൾ തുടങ്ങിയ ഏറ്റവും പഴയ പുരാവസ്തു കണ്ടെത്തലുകളിൽ ഈ ലിപി കാണപ്പെടുന്നുണ്ട്. ഷിലോവാം ലിഖിതങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷിലോം സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. അതുകണക്കിന് ഗസർ കലണ്ടറുകളുണ്ട് ഇവരുടെ. അതിലെല്ലാം ഈ ലിപിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്.
ആധുനിക ബ്ലോക്ക് സ്റ്റൈൽ ഹീബ്രുവിൽ ഇത് വ്യത്യസ്തമായി പാലിയോ ഹീബ്രു അക്ഷരങ്ങൾ കൂടുതൽ കോണീയവും ചിത്രപരവും പ്രതീകാത്മകപരവുമാണ്. സിനായ് പർവ്വതത്തിൽ നൽകിയിരിക്കുന്ന 10 കൽപ്പനകൾ പാലിയോ ഹീബ്രുവിന് സമാനമായ ഒരു ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതിയിരിക്കാനാണ് സാധ്യതയെന്ന് ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള എക്സ്കവേഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അത് പറയുന്നുണ്ട്. ചാവുകടൽ ചുരുളുകൾ, അതായത് ഡെത്ത് സീ സ്ക്രോളേഴ്സ്, ഈ രൂപത്തിലുള്ള ചില വാചകങ്ങൾ പോലും അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യാഹ്വേ, യോദ്ഹെ വാവ്ഹെ എന്ന ആ ഒരു പേര് വിശുദ്ധ നാമങ്ങളിൽ അവ ചിലപ്പോൾ ഭക്തി നിലനിർത്തുന്നതായി പാലിയോ ഹീബ്രു ഭാഷയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. കാരണം അങ്ങനെ എഴുതിയിരുന്ന പാലിയോ യൗദ്ഹെ വാവ്ഹെ എന്ന് പറയുന്നത് ഒരു 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 ആണിയുടെ പടമുണ്ട്, ഒരു കൈയുടെ പടമുണ്ട്, വീണ്ടും ഒരു കൈയുടെ പടമുണ്ട്, ഒരു ഒരു എന്താ പറയാ, ഞാനത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി കാണിക്കാതെ. ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം ഈ ലിപി സാധാരണ ഉപയോഗത്തിൽ നിന്നും മങ്ങിയെങ്കിലും അത് പുരാതന ആധികാരികതയുടെ പ്രതീകാത്മകമായി ഉടമ്പടിയുടെ ആദ്യ കാലങ്ങളിലേക്കുള്ള ഒരു കണ്ണിയായിട്ട് ഇന്നും തുടരുന്നു. വിദ്യാർത്ഥിയുടെ ഉൾക്കാഴ്ച അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കായിട്ട് പാലിയോ ഹീബ്രു ഭാഷ പുരാതന വിശ്വാസത്തിന്റെ വിരലടയാളം പോലെയാണ്. കല്ലിൽ കൊത്തിവെച്ചതും കാലത്തിലൂടെ കടന്നുപോയതുമായിട്ടുള്ള ഒരു കാര്യത്തെ ഇത് ചൂണ്ടിക്കാട്ടുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ആധുനിക ഹീബ്രു ലിപിയാണ്. അതേപോലെ തന്നെ റാഷി ലിപിയുണ്ട്. രണ്ട് ഇതുണ്ട്. കാരണം ഇറ്റ് വിൽ ടേക്ക് 10-15 മിനിറ്റ്സ്. നമ്മുടെ സമയം ഇവിടെ കഴിയാറായി. എന്നാലും ജസ്റ്റ് കോപ്പറേറ്റ് വിത്ത് മീ, ഞാൻ പെട്ടെന്ന് തന്നെ ആ ഭാഗങ്ങൾ തീർക്കാം. BC 6-ാം നൂറ്റാണ്ടിലെ ബാബിലോണിയൻ പ്രവാസത്തെ തുടർന്ന് ജൂത ജനത കെറ്റവ് അഷൂറി, അതായത് അസീറിയൻ ലിപി എന്ന പുതിയ എഴുത്ത് രീതി സ്വീകരിച്ചു. ഇന്ന് ആധുനിക ഹീബ്രു ഗ്രന്ഥങ്ങളിലും തോറ ചുരുളുകളിലും ഉപയോഗിക്കുന്ന ചതുരാകൃതിയിലുള്ള ലിപി ഇതാണ്. അഷൂരി എന്ന അതിൻ്റെ പേര് അസറിയ ബാബിലോണിയനുമായുള്ള അതിൻ്റെ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. അവിടെ അത് വികസിക്കുകയും ഔപചാരികമാക്കുകയും ചെയ്തു. ബൈബിൾ പാഠത്തിന്റെ സമഗ്രത കാത്തു സൂക്ഷിക്കുന്നതിനായി എഴുത്തുകാർ മാനദണ്ഡമാക്കിയ അക്ഷരങ്ങൾ ബോക്സി ആയിട്ട് ഇതിനെ മാറ്റി. അതിനെ സൊഫറീം എഴുത്തുകാർ ഇത് വളരെ ആദരവോടെയാണ് ഇത് എഴുതിക്കൊണ്ടിരുന്നത്. ഇത് ശാസ്ത്രിമാർ എഴുതുന്ന ഒരു സ്റ്റൈലും കൂടിയാണ് ഇത്. ഓരോ അക്ഷരവും അവർ എഴുതുമ്പോൾ വളരെ ഭക്തിയോടെ ആദരവോടു കൂടിയാണ് ഇത് എഴുതിക്കൊണ്ടിരുന്നത്. നമ്മൾ അടുത്തൊരു സ്ലൈഡ് പോവാം, അതിൻ്റെ അടുത്തൊരു സ്ലൈഡും കൂടെ പോവാം പാസ്റ്ററെ. കണ്ടോ, ഇത് അതിൻ്റെ ഒരു തോറ ചുരുളിന്റെ ഒരു ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് എഴുതുമ്പോൾ ഓരോ അക്ഷരം എഴുതുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എഴുതുന്നത്. ഇത് എവിടെയെങ്കിലും ഒരു മഷി പടരുകയോ ഒരു അക്ഷരത്തിന്റെ അവർ എഴുതുന്ന സ്റ്റൈലിന് ഒരു ചെറിയൊരു തിരിവോ വളവോ വന്നു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഒരു ഡെഡ് സ്ക്രോളായിട്ട് മാറ്റും, ഒരു ചത്ത സ്ക്രോളായിട്ട് അവർ മാറ്റും. അപ്പോൾ ഇത് എഴുതുന്നവർ വളരെ ത്യാഗത്തോടെ വളരെ ഭക്തി നിർഭരമായിട്ടാണ് ഈ ഒരു ലിപി അവർ എഴുതിക്കൊണ്ടിരുന്നത്. നമുക്കൊരു സ്ലൈഡും കൂടെ ഒന്ന് കടന്നു പോകാം. ഇവിടെ മേളിൽ ആ കറുത്ത കണ്ടോ, അതിന്റെ മേളിൽ ഓരോ അക്ഷരത്തിന്റെ മേളിലും ഓരോ കിരീടങ്ങളൊക്കെ അവർ വരച്ചു വച്ചിട്ടുണ്ട്. അത് ആ ഓരോ അക്ഷരത്തെയും അതിന്റെ പ്രാധാന്യത്തിന്റെ ആയിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന്റെ ഓരോ അക്ഷരത്തിന്റെ തലയിലും ഓരോ രീതിയിലുള്ള ഈ കിരീടങ്ങൾ വരച്ചു വച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഇതാണ് റാഷി സ്റ്റൈൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. റാഷി ലിപി എന്നത് പ്രധാനമായും വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലേക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതൊരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സ്റ്റൈൽ രൂപപ്പെട്ടു വരുന്നത്.
ഇത് വളരെ കേഴ്സീവ് ആയിട്ട് എഴുതുന്ന ഒരു സ്റ്റൈലാണ്, വളരെ കേഴ്സീവ് റൈറ്റിംഗ് ആണ് ഇത്. ഫ്രഞ്ച് വ്യാഖ്യാതാവായ റബ്ബി ഷ്ലോമോ ഇത്സിയാക്കി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ്, അല്ലെങ്കിൽ ആ ഒരു റബ്ബിയാണ് ഈ ഒരു സ്റ്റൈല് കണ്ടുപിടിച്ചിരിക്കുന്നത്. തൽമൂദ്, മിദ്രാഷ്, അതിന്റെ വ്യാഖ്യാനങ്ങളെല്ലാം ചെയ്യാനായിട്ട് അവര് ഈ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് അവർ നോക്കിയിരുന്നു. ഇതും വൃത്താകൃതിയിൽ തന്നെയാണ് എഴുതിയിരുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റൈല്, ഇതിന്റെ മറ്റു കാര്യങ്ങൾ. നമ്മൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻഫോർമൽ ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാണ്. ഏതൊക്കെ സ്റ്റൈലുകൾ ഉണ്ടായിരുന്നു, ഏതൊക്കെ രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം പാസ്റ്റേ. ആ സെയിം തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. അവരുടെ തോറയുടെ ഒരു പോർഷനും അതേപോലെ തന്നെ തൽമൂദിന്റെ ഒക്കെ ഒരു പോർഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ പോർഷൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ ഇപ്പുറത്ത് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ദ ക്ലാസ്, ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ നിങ്ങൾക്ക് അതും പ്രയോജനപ്പെടും. സോ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇരിക്കുന്നത്. എനിവൺ ഹാവ് ഡൗട്ട്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. സാങ്കി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. കർത്താവെ, സ്തോത്രം, നല്ല സമയത്തിനായ സ്തോത്രം ചെയ്ത് കർത്താവെ, ഒരു ദിവസം കൂടെ കർത്താവെ വൈകുന്നേര സമയത്ത് കർത്താവ് ഹീബ്രു ക്ലാസ് പഠിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. വിവിധ സ്ഥലങ്ങളിലിരുന്ന് കർത്താവെ അവിടുത്തെ ഭാഷ, ബൈബിളിന്റെ ഭാഷ പഠിക്കുവാൻ സഹായിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ടീച്ചേഴ്സായി വന്നിരിക്കുന്ന കർത്താവ് സാറിനെ കർത്താവെ, മറ്റു സാറിനെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് കൊടുത്ത ദൈവകൃപയ്ക്ക് സ്തോത്രം, ആ വലിയ മനസ്സിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കുമാറാകണമേ കർത്താവെ. ഇതെല്ലാം പഠിച്ചത് കർത്താവ് പഠിക്കുന്നതും ഞങ്ങളുടെ ജീവിത സമസ്ത മേഖലകൾ അനുഗ്രഹമായി തീരുന്നതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. ഇത് പഠിക്കുവാൻ കർത്താവെ അവർ സഹായിക്കുന്നതിനാൽ ആത്മീയ നന്മകളാൽ ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. അവിടുത്തെ ചിറകിനെ കാത്ത് സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ദൈവിക മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ കർത്താവെ. ഹല്ലേലൂയ, ഞങ്ങൾക്ക് ദൈവകൃപ ആവശ്യമാണ് കർത്താവ്. ധാരാളമായി ചൊല്ലുന്നതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ. ഹല്ലേലൂയ, ഇതുവരെ നടത്തിയ അവിടുത്തെ വലിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സകല വിഷയം അങ്ങേക്കും നൽകുന്നു, സകല മൗത്വവും അങ്ങേക്കും നൽകുന്നു. പ്രാർത്ഥന കെട്ടുന്നതിനായി സ്തോത്രം, ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർ എന്നെ എല്ലാവരും ഈ ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ നാളെ ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യണം. നാളെയാണ് ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 to 8 ആണ്. ഗൂഗിൾ മീറ്റിലാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചിട്ട് എന്ത് തന്നെ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഉള്ള നിങ്ങളുടെ റെസ്പോൺസ്, ഫീഡ്ബാക്ക് എല്ലാം എന്നെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറയാം. നോ പ്രോബ്ലം. ഐ എം സോ ഹാപ്പി ടു ഹിയർ എനിത്തിങ്. കാരണം ഞാനും നിങ്ങളെപ്പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തെങ്കിലും